ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഗ്രീൻ പീസ് മസാലയാണ്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. I don't really know what comes next. I'm just doing my best. Inspired by all this. Tell me that I can and I won't. That's what guides me the most. Your lies, I'll do what I want. I'm inspired by thirst. ഗ്രീൻ പീസ് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഒരു 1/2 കിലോ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉണക്കലാണ് എടുത്തിട്ടുള്ളത്. ഉണക്കൽ ഗ്രീൻ പീസ് പച്ചയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ പുതിർത്തി വെക്കേണ്ട ആവശ്യമില്ല. അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂർ ഒന്ന് പുതിർത്തി വെക്കുക. 4 മണിക്കൂറിന് ശേഷം അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക. കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത ശേഷം വെള്ളം ഒഴിവാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കറിലിട്ട് എടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് അതുകൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 7 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിന് മൂടിയിട്ടതിന് ശേഷം അടുപ്പത്തേക്ക് വെക്കുക. ഒരു 8 വിസിൽ വന്നതിന് ശേഷം വേണം നമ്മളിത് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ 1 വിസിൽ ഏകദേശം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളെ ഗ്രീൻ പീസ് എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മസാലയാക്കിയിട്ട് എടുക്കാം. ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, ഒരു 5 വറ്റൽ മുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില കൂടി ചെറുതായി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞെടുത്തത് കൂടി ആഡ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. എന്നിട്ട് അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ ഒന്നും അനക്കാണ്ടുള്ള കട്ടിയായിട്ടുള്ള നല്ല അടിപൊളി ഗ്രീൻ പീസ് മസാലയാണ് ഇത്. നമുക്ക് വേറൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പം വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുമ്പോൾ ഗുഡ് ബൈ.